ഇതാണ് ബേസെദ കുളം. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിങ്ങൾ കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ വീണ്ടും ഞാൻ ഒന്നുകൂടി വചനമായതുകൊണ്ട് നമുക്കതിന് ആഴത്തിലേക്ക് ഇറങ്ങണം. ബുക്ക് ഓഫ് ജോൺ, യോഹന്നാന്റെ സുവിശേഷം 5:1 വചനമാണ്. ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് എബ്രായ ഭാഷയിൽ ബേസെദ എന്ന് വിളിക്കുന്നൊരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും അവിടെ കുരുടരും മുടന്തരും തളവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവനവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളെ കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശുവിനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. അന്ന് ശബത്തായിരുന്നു. അതിനാൽ സുഖം പ്രാപിച്ച മനുഷ്യനോട് യഹൂദർ പറഞ്ഞു, ഇന്ന് ശബത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. അവൻ മറുപടി പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ്? അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു. ശബത്തിൽ പ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു. യേശുവിനോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയാം, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൈ ഫാദർ ഈസ് ആക്റ്റീവ്, സോ ഐ ആം ഓൾസോ ആക്റ്റീവ്. ഞാനും പ്രവർത്തിക്കുന്നവനാണ്. ഇതാണ് നമ്മുടെ ദൗത്യം. നമ്മൾ കാണുകയാണ്, ഇതാ ഈ ഒരു കുളം, ഒരു ബേസെദ ഒരു വലിയ കുളമാണ്. അതിന് 5 മണ്ഡപങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ കിടക്കുന്ന 100 കണക്കിന് രോഗികൾ കിടപ്പുണ്ട്. ഇവിടെ കിടക്കുന്ന ആരൊക്കെയാണ്? അവിടെ കുരുടരും മുടന്തരും തളവാദക്കാരുമായ രോഗികൾ. ആരൊക്കെ കിടന്നിരുന്നത്? കുരുടന്മാരും മുടന്തന്മാര്, തളവാദ രോഗികൾ. ആരാണ് കുരുടന്മാരെന്ന് പറഞ്ഞാൽ? കണ്ണിന് കാഴ്ചയില്ലാത്തവരാണ്, അല്ലേ? കണ്ണ് കാഴ്ചയില്ലാത്തവരാണ്. ശ്രദ്ധിക്കണമേ, അവിടെ കിടക്കുന്നവരെ കണ്ണിന് കാഴ്ചയില്ലാത്തവരുണ്ട്. മുടന്തന്മാർ, നടക്കാൻ പ്രയാസമുള്ളവർ, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ. പിന്നെയുള്ളത് തളർവാദ രോഗികളാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും മാരകമായ അവസ്ഥയിൽ മറ്റെല്ലാത്തിനേക്കാളും, കാരണം പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത വ്യക്തികളാണത്. കണ്ണിന് കാഴ്ചയില്ലാതെ ഇവരെന്തിനാണ് അവിടെ കിടക്കുന്നത്? നമ്മുടെ POC ബൈബിളിൻ്റെ അടിയിൽ അവിടെ ഫുട്നോട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കർത്താവിൻ്റെ ഒരു ദൂതൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ വെള്ളം ഇളക്കുമായിരുന്നു. ഈ വെള്ളം ഇളകുമ്പോൾ ആര് ആദ്യം വെള്ളത്തിലിറങ്ങുന്നുവോ അവൻ സുഖപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. അത് നമ്മുടെ ഫുട്നോട്ടിലുണ്ട്, കുറിപ്പ് കൊടുത്തിട്ടുണ്ട്, ബൈബിളിൽ കൊടുത്തിട്ടുണ്ടത്. അപ്പോൾ ദൂതൻ വന്ന്, കാരണം ആ കാലങ്ങളിൽ പ്രവാചകന്മാരില്ല, പ്രഘോഷകന്മാരില്ല, രോഗശാന്തിക്കാരില്ല. ഇപ്പോൾ കർത്താവ് ദൈവം തന്നെ മനുഷ്യനെയുള്ള ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇതാ ഒരു കുളം, ആ കുളത്തിലേക്ക് ദൂതൻ വരുന്നു, വെള്ളം ഇളക്കുന്നു. ആരാദ്യം വെള്ളത്തിൽ ഇറങ്ങുന്നുവോ സുഖപ്പെട്ടു പോകുന്നു. ഈ ഒരു അനുഭവം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളം ഇളകുമ്പോൾ അവിടെ ഇറങ്ങി സുഖം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കിടക്കുന്നത്. പക്ഷെ അവർ സാധാരണക്കാരല്ല, അവർ കണ്ണിന് കാഴ്ചയില്ലാത്തവരാണ്, നടക്കാൻ ശേഷിയില്ലാത്തവരാണ്, കിടപ്പ് രോഗികളാണ്. ഇവരാണ് ഈ വെള്ളത്തിൽ ഇറങ്ങേണ്ടത്. ഈ വെള്ളമിളക്കാൻ വേണ്ടി ദൂതൻ വരുന്നത് ഇവരാരും കാണുന്നില്ല. കാരണം കുരുടന്മാർ കാഴ്ചയില്ല, അന്ധന്മാർ കാണുന്നില്ല, അവർക്ക് അറിവില്ല. കുളം എവിടെയാണെന്ന് പോലും ഇവർ അറിയുന്നില്ല. ശ്രദ്ധിക്കണമേ, ഈ കുളം എവിടെയാണെന്ന് പോലും അവർക്കറിയില്ല. കാരണം അവർ നമ്മളെ പോലെ കാഴ്ചയുള്ളവരല്ല. ഒരുപക്ഷെ അവർ കയ്യിൽ വടിയൊക്കെ ഉണ്ടെങ്കിൽ തപ്പി വരുമ്പോഴാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ അവർക്ക് ഇറങ്ങാൻ പറ്റില്ല, അപ്പോഴേക്കും വേർത്ത് ഇറങ്ങി കഴിഞ്ഞിരിക്കും. പിന്നെ മുടന്തന്മാരാ, നേരെ നടക്കാൻ പറ്റില്ല.
ഒരു നിലത്തിൽ എഴിഞ്ഞു വരുന്നവരായിരിക്കാം. അടുത്ത തള്ളവാദക്കാർ അനങ്ങാനേ പറ്റില്ല. ഇപ്പോൾ ഈ 3 കൂട്ടരവിടെ കിടക്കുകയാണ്. ദൂതൻ വന്ന് വെള്ളം വിളക്കുമ്പോൾ ഇവരെങ്ങനെയാണ് അറിയുന്നത്? ഒരൊറ്റ മാർഗമേ ഉള്ളൂ. വെള്ളം വിളക്കുന്ന ശബ്ദം അവർ കേൾക്കണം. കാരണം കാണാൻ പറ്റില്ല, കുരുടന്മാർക്ക്, കിടപ്പുരോഗികൾക്ക് കാണാൻ പറ്റില്ല, കാരണം അവർ നിലത്ത് കിടക്കുകയാണ്. പക്ഷെ അവർക്കെല്ലാം ഒരു വഴി, അത് ശബ്ദമാണ്. നമുക്കറിയാം, വെള്ളത്തിലൂടെ പെട്ടെന്ന് സ്പീഡിൽ വെള്ളം ഇളക്കുമ്പോൾ ഒരു ശബ്ദമുണ്ടാകും. ഓളം പെട്ടെന്ന് ഇപ്പം മനസ്സിലാകും ദൂതൻ വന്നു, വെള്ളം ഇളകി. അവിടെ ആരാദ്യം ഇറങ്ങുന്നവൻ സൗഖ്യമാണ്. അപ്പോൾ ഈ വെള്ളത്തിന് ഇളക്കം പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കുന്നവരാണ് രോഗികൾ. അവിടെ ഒരു മനുഷ്യനെക്കുറിച്ച് പറയുകയാണ്, 38 വർഷമായി അവൻ രോഗിയായിരുന്നു. 32 വർഷമായ രോഗിയായവൻ അനേകം വർഷങ്ങളായി അവനോട് കിടക്കുകയാണ്. അവൻ്റെ പ്രതീക്ഷയാണ് എപ്പോഴെങ്കിലും തനിക്ക് വെള്ളത്തിറങ്ങാൻ പറ്റും. അങ്ങനെ അന്നൊരു ദിവസം ഈശോ ആ വഴി കടന്നു പോവുകയാണ്. അതിൽ കടന്നു പോകുമ്പോൾ യേശു അറിയുകയാണ്, ഈ മനുഷ്യൻ അവിടെ കിടക്കാൻ തുടങ്ങി വളരെ കാലങ്ങളായി. അതറിഞ്ഞ്, അത് യേശു ആത്മാവിൽ അറിയുകയാണ്. ഞാൻ വിചാരിക്കുകയാണ്, ആരും പറഞ്ഞിട്ടല്ല അത്, ആരും യേശുവോട് പറഞ്ഞിട്ടല്ല അത്. യേശുവിൽ വസിച്ച പരിശുദ്ധ പിതാവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഈശോയോട് പറയാണ്, ആ കിടക്കുന്നവൻ വളരെ കാലമായി കിടപ്പിലാണ്, അവന് സൗഖ്യത്തിന് അവകാശമുണ്ട് എന്നറിവ് യേശുവിനുണ്ടായി ഞാൻ വിശ്വസിക്കുകയാണ്. അഭിഷേകത്തിൻ്റെ ശക്തിയാൽ യേശു നേരെ അവനടുത്ത് ചോദിക്കുകയാണ്, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ മറുപടി പറയാണ്, കർത്താവേ, വെള്ളം വിളകുമ്പോൾ എന്നെ അങ്ങോട്ട് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും വേറെ ഇറങ്ങി കഴിഞ്ഞിരിക്കും. എൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ അവൻ്റെ ആ ദയനീയ അവസ്ഥ ഈശോ പറയാണ്, എഴുന്നേറ്റ് നിന്റെ കിടക്കം വിടുന്ന് നടക്കുക. കർത്താവിൽ നിന്ന് പുറപ്പെട്ട ആ വചനം, അത് ആത്മാവ് ജീവനുമായ വചനം ഒറ്റ നിമിഷം അവൻ ശക്തിയായി ജീവനായിട്ട് മാറുന്നു. അവൻ ചാടി എഴുന്നേൽക്കുന്നു, കിടക്കെടുത്ത് അവൻ നടക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു കുളമാണ് ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. അത് ജ്ഞാനത്തിൻ്റെ ശക്തിയാൽ ജ്ഞാനം അപ്രകാരം ഒരു കുളം ഇവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഈ കുളത്തിൽ വെള്ളം വിളക്കേണ്ടത് ആരാണ്? ആര് വെള്ളം വിളക്കും? അന്ന് ദൂതൻ വെള്ളം വിളക്കാനും വന്നു. ഇന്ന് വെള്ളം വിളക്കുന്ന ആരായിരിക്കണം? വചനമാണ്. വചനമാണ് വെള്ളം വിളക്കുന്നത്. എന്താണ് വെള്ളം? ഇവിടെ ഇറങ്ങി വന്ന അഭിഷേകമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തൻ്റെ അഭിഷേകത്തെ അയക്കുമ്പോൾ ആ അഭിഷേകത്തെ ഉണർത്തേണ്ടത് ഒരു വിശ്വാസിയാണ്. ആ വിശ്വാസിയെ ഉണർത്തേണ്ടത് ആരായിരിക്കും? വചനമാണ്. അപ്പോൾ ഈ കുളത്തിലേക്ക് ഇപ്പോൾ അയക്കപ്പെടുന്ന വചനം നിന്റെ അഭിഷേകത്തെ ഉണർത്തണം. ഇറങ്ങി വരുന്ന വചനം, ദൈവമേ, ആ വചനം, ഇന്ന് ദൂതന് പകരം വചനമാണ് വരുന്നത്. ആത്മാവും ജീവനുമായ വചനം ഇറങ്ങി വന്ന്, കർത്താവേ, അതിവിടേക്ക് അയക്കപ്പെടുമ്പോൾ 2 തലങ്ങൾ, 1 വചനം, 2 അഭിഷേകം. വചനം ഇറങ്ങി വരുമ്പോൾ അഭിഷേകം ഉണരും. അഭിഷേകമാണ് സൗഖ്യം നൽകുന്നത്. അവിടുത്തെ വചനം അയച്ച് എൻ്റെ ആത്മാവിനെ ഉണർത്തി, അഭിഷേകത്തെ ഉണർത്തി, കർത്താവേ, എന്നെ സുഖമുള്ളവനാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ജോർദാനിൽ സ്നാനം സ്വീകരിച്ച് 40 ദിവസം മരുഭൂമിയിൽ പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ച് തിരിച്ച് ഗലീലയിൽ വന്നപ്പോൾ നാം വായിക്കുന്നു, യോഹന്നാൻ 2 ഒരു വിവാഹം നടന്നു, വിവാഹ വിരുന്ന് നടക്കുന്നു, കാനായിലെ കല്യാണ വിരുന്ന്. ആ വിരുന്നിനിടയ്ക്ക് വീഞ്ഞ് തീർന്നുപോയി. അവിടെ യേശുവിൻ്റെ അമ്മയുണ്ടായിരുന്നു. യേശുവിനെ ഓടി ഈശോ പറയാണ്, അവർക്ക് വീഞ്ഞില്ല, വീഞ്ഞ് തീർന്നു പോയി. യേശു മറുപടിയായിട്ട് പറയുകയാണ്, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അത് ഈശോ പറഞ്ഞ വാക്കാണ്. അത് യേശു പറഞ്ഞതാണ്. എൻ്റെ സമയം ഇനി ആയിട്ടില്ല.
പക്ഷെ ആ സമയമായിട്ടില്ല എന്ന് യേശു പറഞ്ഞ നിമിഷത്തിൽ ജ്ഞാനമായ പരിശുദ്ധ മറിയം തൻ്റെ പുത്രൻ പറഞ്ഞ സമയമായിട്ടില്ല എന്ന് പറഞ്ഞൊരു വാക്ക് പരിശുദ്ധ മറിയത്തിൻ്റെ, പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെ ഉണർത്തുകയാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ അഭിഷേകത്തെ ഉണർത്തുകയാണ്. പെട്ടെന്നൊരു കൽപ്പനയായിരുന്നു, ഡു വാട്ട് എവർ ഹി ടെൽസ് യു. അവൻ നിങ്ങളോട് പറയുന്ന പോലെ ചെയ്യുക. പരിശുദ്ധ അമ്മ അവിടെ നിന്ന് വേലക്കാരോട് പറയുകയാണ്. അതൊരു ഒരു വലിയൊരു കൽപ്പന പോലെ കടന്നു ചെല്ലുകയാണ്. അവൻ പറയുന്ന പോലെ ചെയ്യുക. അത് യേശു കേൾക്കുന്നു. ശ്രദ്ധിക്കണമേ, അഭിഷേകം പ്രവർത്തിക്കുന്ന തലങ്ങൾ അത് യേശു കേൾക്കുന്നു. യേശു ഇത് കേട്ട നിമിഷത്തിൽ യേശുവിൽ അഭിഷേകം ഉണർന്നു. യേശുവിൽ ആത്മാവ് ഉണരുകയാണ്. യേശുവിലെ സ്പിരിറ്റ് ഇൻ ജീസസ് ഉണരുകയാണ്. ഹല്ലേലൂയ. ഉടനെ യേശു കണ്ടത് അവിടെ കുറേ 6 കൽഭരണികളാണ്. യേശു പറഞ്ഞു, ഫിൽ ദ ജാർസ് വിത്ത് വാട്ടർ. ആ വേലക്കാരോട് പറയുക, ആ ഭരണികളിൽ വെള്ളം നിറയ്ക്കുക, വെള്ളം നിറയ്ക്കുക. എനിക്കൊരു ചിന്തിക്കുകയാണ്, അവർ വെറും വേലക്കാരാണ് അവിടെ നിൽക്കുന്നവർ. അവരോട് യേശു പറഞ്ഞത് ഭരണിയിൽ വെള്ളം നിറയ്ക്കുക. അവരൊരു മടിയും പറയാതെ, അവരൊരു ചോദ്യങ്ങളും ചോദിക്കാതെ വളരെ വേഗം അവർ കൽഭരണികളിൽ വെള്ളം നിറച്ചു. എന്തുകൊണ്ടായിരിക്കും? അവർക്ക് ചോദിക്കാം, എന്തായി പറയുന്നത്? വീഞ്ഞില്ല എന്ന് പറയുമ്പം വെള്ളം നിറയ്ക്കാൻ പറയുന്നതിന് ആവശ്യം ഇല്ലേ? ഒരു വാക്ക് ഒരു മിണ്ടിയില്ല. ഓർക്കണമേ, അന്ന് ജീവിതത്തിൽ ആദ്യമായി യേശുവിൻ്റെ അഭിഷേകം അവിടെ ചലിച്ചു. 40 ദിവസത്തെ പ്രാർത്ഥനയിൽ ശക്തി പ്രാപിച്ച് കടന്നു വന്ന യേശുവിൻ്റെ അഭിഷേകം അവിടെ ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. യേശു പറഞ്ഞു, ആ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കേ എന്ന് പറഞ്ഞ് കേട്ട ആ മനുഷ്യരെ പരിചാരകന്മാരെല്ലാം അതിനു മുമ്പിൽ ശിരസ്സ് നമിച്ചു. തിരിച്ചൊന്നും പറയാൻ പറ്റാതെ അവരെല്ലാം അനുസരണമുള്ളവരായി ആ ഭരണിയിൽ വെള്ളം നിറച്ചു. ഹല്ലേലൂയ. യേശുവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയിൽ പുറപ്പെട്ടൊരു വാക്കാണത്. ഫിൽ ദ ജാർസ്. ഭരണിയിൽ വെള്ളം നിറയ്ക്കുക. പിന്നെ യേശു ഒന്നും വേണ്ടിയിട്ടില്ല. യേശുവിൻ്റെ അഭിഷേകം ഉണർന്നപ്പോൾ അഭിഷേകത്തിൽ വന്ന് ഒറ്റ വാക്കാണ്, ഫിൽ ദ ജാർസ്. ഭരണിയിൽ വെള്ളം നിറയ്ക്കുക. പിന്നെ യേശു ഒന്നുകൂടെ പറഞ്ഞിട്ടില്ല. പരിചാരകന്മാർ ഭരണികളിലെല്ലാം വെള്ളം നിറച്ചു. വചനം പറഞ്ഞിരിക്കുകയാണ്, അത് വക്കോളം നിറഞ്ഞു. വക്കോളം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വീഞ്ഞായി രൂപാന്തരപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശു പറഞ്ഞതനുസരിച്ചപ്പോൾ, അതാണ് മീൻ പിടിക്കാൻ പോയ പത്രോസ് ഈശോയോട് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ രാത്രി അധ്വാനിച്ചിട്ട് ഒറ്റ മീൻ പോലും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ചോദ്യം ചെയ്യാതെ അവൻ യേശുവിനെ അനുസരിക്കുകയാണ്. അവനൊരു മുഖവനാണ് പത്രോസ്. യേശു കടലുമായിട്ട് ബന്ധമുള്ളവനല്ല. എന്നിട്ടും ആ രാത്രി അധ്വാനിച്ച് ഒരു മീൻ പോലും കിട്ടിയില്ല. എങ്കിൽ പോലും യേശുവിൻ്റെ വചനം കേട്ടപ്പോൾ, ആത്മാവ് ജീവനോ വചനം കേട്ടപ്പോൾ പത്രോസ് അവിടെ തന്നെ സമർപ്പിക്കുകയാണ്. ഒരു സംശയമില്ലാതെ, ചോദ്യം ചെയ്യാതെ, എതിർക്കാതെ അവൻ അനുസരിക്കാൻ തയ്യാറായി. വലയെറിഞ്ഞു. ആ വല നിറയെ മത്സ്യങ്ങൾ കിട്ടി. ആ വല നിറയെ മത്സ്യങ്ങൾ, 2 വള്ളങ്ങൾ മുങ്ങാറവുള്ള മത്സ്യങ്ങൾ, സമൃദ്ധി കിട്ടി അവിടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഈ കനാലിലെ വിവാഹ വിരുന്നിൽ ഈ പരിചാരകന്മാരോ വീട്ടുകാരോ ഒരൊറ്റ വാക്കെതിര് പറഞ്ഞില്ല. അവർ യേശു പറഞ്ഞനുസരിച്ചുകൊണ്ട് കൽഭരണികളിൽ വെള്ളം നിറച്ചപ്പോൾ, അത് വക്കോളം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വെള്ളം അത്ഭുതകരമായി അത് വീര്യം കൂടിയ വീഞ്ഞായി അത് രൂപാന്തരപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വെള്ളത്തെ വീഞ്ഞാക്കിയത് ആരാണ്? ആ വെള്ളത്തെ വീഞ്ഞാക്കിയത് ആരാണ്? വെള്ളത്തെ വീഞ്ഞാക്കിയത്? കർത്താവിൻ്റെ അഭിഷേകമാണ്. ഞാനിങ്ങനെ കാണുകയാണ്, യേശുവിൽ നിന്ന് പുറപ്പെട്ട ആ അഭിഷേകം കടന്നിയെന്ന് ആ വെള്ളത്തെ, ആ ഭരണികളെ വെള്ളത്തൊട്ടപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് അത് മുഴുവൻ വീര്യമുള്ള വീഞ്ഞായിട്ട് മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ അഭിഷേകത്തിൻ്റെ ആദ്യത്തെ വെളിപ്പെടുത്തലാണത്. അഭിഷേകത്തിൻ്റെ ശക്തിയാൽ അത്ഭുതങ്ങൾ ചെയ്ത ദൈവം. എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഈ സമൂഹത്തിൽ ഇവിടേക്ക് ഓരോ മക്കളുമേ ആത്മാവും ജീവനുമായ ദൈവത്തിൻ്റെ വചനം ഇറങ്ങിച്ചെന്ന് ഇവിടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അന്ന് കാനായിലെ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ സ്പിരിറ്റ് അഭിഷേകമേ ഇന്ന് ഈ മകളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ, അടയാളങ്ങൾ പ്രവർത്തിക്കട്ടെ.
അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തുതിക്കുന്നു ദൈവമേ, നന്ദി, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. യേശുവിനെ കൊണ്ട് അത്ഭുതം പ്രവർത്തിപ്പിക്കുവാൻ ദൈവം അവിടെ ഉപയോഗിച്ച ജ്ഞാനമേ, അവതരിച്ച ജ്ഞാനമേ, വിശുദ്ധ കന്യാ മറിയമേ എല്ലാം വാഴ്ത്തി സ്തുതിക്കുന്നു. അവൻ നിങ്ങളോട് പറയുന്നു ചെയ്യുവിനെന്ന ഒറ്റ വാക്ക്, അത് യേശു കേട്ടപ്പോൾ യേശുവിൻ്റെ ആത്മാവ് ഉണരുകയാണ്. കാരണം യേശുവിന് മനസ്സിലായി, സ്ത്രീയിലൂടെ പുറപ്പെട്ട വചനം അത് അഗ്നി പോലെ അഭിഷേകം പോലെ കടന്നു ചെയ്യുന്നു വേലക്കാരോട് പറഞ്ഞത്. പക്ഷെ അത് യേശുവിന് കാതുകൾ കേട്ടു. ആ ശബ്ദം അവന് കാതിൽ പതിച്ചപ്പോൾ അവൻ്റെ അഭിഷേകം ആത്മാവ് ഉണർന്നു. അവൻ നിങ്ങളോട് പറയുന്ന പോലെ ചെയ്യുവിൻ. അവൻ യേശുവാണ്, യേശു പറയുന്ന പോലെ അവർ ചെയ്യണം. യേശുവിന് മനസ്സിലായി താൻ പറയേണ്ടിയിരിക്കുന്നു, താൻ പറയേണ്ടിയിരിക്കുന്നു. അവർ പ്രവർത്തിക്കാൻ പോകുന്നു. അതറിഞ്ഞ് യേശു പറയാണ്, fill the jars with the water. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എല്ലാ പാത്രങ്ങളും നിറയട്ടെ, എല്ലാ പാത്രങ്ങളും നിറയട്ടെ, എല്ലാ പാത്രങ്ങളും നിറയട്ടെ. മക്കോളം നിറഞ്ഞതുപോലെ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ആത്മാവ് ഉണരട്ടെ, അഭിഷേകം ഉണരട്ടെ. റൂഹ, റൂഹ, റൂഹ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തോത്രം, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. ഇതാ വചനം വരുന്നു. കർത്താവേശയിലെ പ്രവാചകനെ അസ്ഥികൾ നിറഞ്ഞ് താഴ്വര കൊണ്ട് നിർത്തിയിട്ട് ആ പ്രവാചകനോട് പറഞ്ഞു, നീ വരണ്ട അസ്ഥികളോട് പ്രവചിക്കുക. വരണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം കേൾക്കുവേൻ. വരണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം കേൾക്കുവേൻ. വരണ്ട ജീവിതമേ കർത്താവിൻ്റെ വചനം കേൾക്കുവേൻ. വരണ്ട ഹൃദയമേ, വരണ്ട മനസ്സേ കർത്താവിൻ്റെ വചനം കേൾക്കുവേൻ. വരണ്ട ശരീരമേ കർത്താവിൻ്റെ വചനം കേൾക്കുവേൻ. കർത്താവിൻ്റെ വചനം കേൾക്കുവേൻ. നിനക്ക് ജീവൻ ഉണ്ടാകട്ടെ. നിന്നമേൽ ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കപ്പെടട്ടെ. നിന്നമേൽ മാംസം ഉണ്ടാകട്ടെ. നിന്നമേൽ ചർമ്മം നിന്നെ മൂടട്ടെ. അതേ വചനം, അതേ വചനം ഈ അഭിഷേകത്തെ ഇളക്കട്ടെ. നിന്റെ അഭിഷേകത്തെ ഇളക്കട്ടെ, നിന്നെ സുഖപ്പെടുത്തട്ടെ. വരേണ്ട അസ്ഥിയാണ് നീ. വരേണ്ട അസ്ഥിയാണെങ്കിൽ നിനക്ക് ജീവൻ ഉണ്ടാകട്ടെ. നിന്റെ മേൽ പുതിയ നാടി ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കപ്പെടട്ടെ. നിന്റെ മേൽ പുതിയ മാംസം ഉണ്ടാകട്ടെ, പുതിയ ചർമ്മം ഉണ്ടാകട്ടെ, പുതിയ അവയവങ്ങൾ ഉണ്ടാകട്ടെ, പുതിയ ലിവർ ഉണ്ടാകട്ടെ, പുതിയ കിഡ്നികൾ ഉണ്ടാകട്ടെ, പുതിയ തലച്ചോറ് ഉണ്ടാകട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ വചനം നിന്റെ ജീവിതത്തിലെ വരേണ്ട അവസ്ഥകളിൽ ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ. നിന്റെ വരണ്ടുപോയ സാമ്പത്തിക മേഖലയ്ക്ക് ജീവൻ ഉണ്ടാകട്ടെ. നിന്റെ വരണ്ടുപോയ സാമ്പത്തിക മേഖലയ്ക്ക് ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം വരണ്ട അസ്ഥികൾ അന്ന് കർത്താവിൻ്റെ ദാസന്റെ പ്രവാചകന്റെ വാക്ക് കേട്ടുകൊണ്ട് അസ്ഥികൾ കൂടിച്ചേർന്ന് അവയുടെ മേലെ നടി ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കപ്പെട്ട് മാംസം പൊതിഞ്ഞ് ചർമ്മം മൂടി അവയിലേക്ക് ജീവശ്വാസം പ്രവേശിച്ചപ്പോൾ ജീവനുണ്ടായെങ്കിൽ, ജീവനുണ്ടായെങ്കിൽ ഇന്ന് ഇവിടെ കർത്താവിന്റെ ദാസരുടെ മേൽ ദൈവത്തിന്റെ വചനം ഇറങ്ങി വന്ന് ഇതാ നിനക്ക് ജീവൻ നൽകുകയാണ്. നിനക്ക് ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, ശരീരത്തിൻ്റെ തലത്തിൽ, മനസ്സിൻ്റെ തലത്തിൽ, ആത്മാവിൻ്റെ തലത്തിൽ, ഭൗതികമായ എല്ലാ മേഖലകളിൽ, സാമ്പത്തിക മേഖലകളിൽ, ജീവിത വരുമാനത്തിൻ്റെ മേഖലകളിൽ എവിടെയെല്ലാം ദാരിദ്ര്യമുണ്ടോ അവിടെയെല്ലാം കർത്താവിൻ്റെ വചനം കടന്നു ചെല്ലട്ടെ. വരേണ്ട അസ്ഥികൾ കർത്താവിൻ്റെ വചനം കേൾക്കുക. വരേണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം കേൾക്കുക. വരേണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം കേൾക്കുക.
നിങ്ങൾ പലതരം ഉയർത്തി പിടിക്കുക. ദൈവത്തിൻ്റെ വചനം അത് അഗ്നിയായി ഓരോരുത്തരും ഇറങ്ങി വരട്ടെ. അന്ന് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് വെള്ളം ഇളക്കി. ആദ്യം ഇറങ്ങുന്നവന് സൗഖ്യപ്പെട്ടു. ഇവിടെ വിശ്വസിക്കുന്നവന് സൗഖ്യമാണ്. ആര് വിശ്വസിക്കുന്നവന് സൗഖ്യമാണ്. വിശ്വാസത്താൽ സൗഖ്യം പ്രാപിക്കട്ടെ. നീ വിശ്വസിക്ക്, നിനക്ക് സൗഖ്യമാണ്. നീ വിശ്വസിക്ക്, ഒന്നിന്റെ സൗഖ്യമാണ്. എന്നെ സുഖപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്, അത് മതിയെന്ന് വിശ്വസിക്കുക. കാരണം ഞാൻ 16:12 കർത്താവേ മരുന്നോ ലേപന ഔഷധവുമല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. അതേ വചനം ഇപ്പോൾ നിനക്ക് സൗഖ്യമാകട്ടെ, നിനക്ക് സൗഖ്യമായിട്ട് മാറട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി. താൻ അഭിഷേകത്തിൽ ഇറങ്ങി വന്ന് നീ സ്വീകരിച്ച ആത്മാവിനെ ഉണർത്തി. ഫയർ ഓൺ യു. ജീവനുണ്ടാകട്ടെ, 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 ജീവനുണ്ടാകട്ടെ. സൗഖ്യം പ്രാപിക്കട്ടെ. അവൻ്റെ മുറിവുകളാൽ നീ സുഖമാക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ മുറിവിനാൽ നീ സുഖമാക്കപ്പെട്ടിരിക്കുന്നു. You are healed by His bruises. You are healed by the wounds of Jesus Christ. Hallelujah, glory, hallelujah, glory, hallelujah, glory, hallelujah, glory. സ്തുതിക്കുന്നു. സ്തോത്രം. നന്ദി. നിങ്ങളുടെ വലതുകരം രോഗമുള്ള ഭാഗത്ത് വയ്ക്കുക. ശരീരത്തിൽ രോഗമുള്ള ഭാഗത്ത് വലതുകരം വയ്ക്കുക. ശരീരത്തിൽ രോഗമുള്ള ഭാഗത്ത് വലതുകരം വയ്ക്കുക. സൗഖ്യത്തിൻ്റെ ശക്തി നിൻ്റെ ആത്മാവിനെ ഉണർത്തി നിന്നെ ഞെരുക്കുന്ന പീഡിപ്പിക്കുന്ന സകല വ്യാധി നിന്നെ വിട്ടുപോകട്ടെ. ബി ഫ്രീ, ബി ഹീൽഡ്. സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. സൗഖ്യം ഉണ്ടാകട്ടെ. അവൻ്റെ മുറിവിനാൽ നിനക്ക് സൗഖ്യം. അവൻ്റെ മുറിവിനാൽ നീ സുഖമാക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ മുറിവിനാൽ നീ സുഖമാക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ മുറിവിനാൽ നീ സുഖമാക്കപ്പെട്ടിരിക്കുന്നു. രോഗത്തിന് കാരണമായ ദുരാത്മാക്കളെ വിട്ടുമാറ്, വിട്ടുമാറ്, ഔട്ട്, വിട്ടുമാറട്ടെ. നട്ടല് വേദന, ഡിസ്ക് വേദന, ഡിസ്ക് തേയ്മാനം, തണ്ടല് വേദന സൗഖ്യം പ്രാപിക്കട്ടെ. വിട്ടുമാറ്. എല്ലാത്തിനും വിട്ടുമാറ്. ഔട്ട്, 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 ഔട്ട്. വിട്ടുമാറട്ടെ. ജീവനുണ്ടാകട്ടെ. മറ്റുള്ള കശേകളിൽ ജീവനുണ്ടാകട്ടെ. സന്ധിബന്ധങ്ങൾ ഇടറിപ്പോ സന്ധിബന്ധങ്ങൾക്ക് ജീവനുണ്ടാകട്ടെ, ജീവനുണ്ടാകട്ടെ. നാഡീഞരമ്പുകൾക്ക് ശക്തിയും ബലവും ഉണ്ടാകട്ടെ. ശരീരത്തിന് എല്ലാ ബലക്ഷയം വിട്ടുമാറിപ്പോകട്ടെ. ബലക്ഷയം വിട്ടുമാറട്ടെ. ജീവൻ നിറയട്ടെ, ജീവൻ നിറയട്ടെ, ജീവൻ നിറയട്ടെ. ജീവൻ പ്രാപിക്കട്ടെ. ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ. ഇവിടെ വെച്ച് തന്നെ ശ്രദ്ധിക്കണം. രോഗമുള്ള ഭാഗത്ത് വെച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ ആരാധന. സ്തുതിക്കുന്നു. സ്തോത്രം. നന്ദി, മഹത്വം. എല്ലാ അടിമകളെയും എല്ലാ തലമുറകളെയും ബന്ധിച്ചുകൊണ്ട് സകല മുട്ടുകളും മടങ്ങട്ടെ, കീഴട്ടങ്ങട്ടെ. ഈ മക്കളെ ഇരിക്കുന്ന എല്ലാ വ്യാധികളെ ബന്ധിക്കുന്നു, പാരമ്പര്യ രോഗങ്ങളെ ബന്ധിക്കുന്നു, അതിന് പിന്നിലുള്ള ദുരാത്മാക്കളെ ബന്ധിക്കുന്നു. വിട്ടുമാറ്, ഔട്ട്, വിട്ടുമാറ്. കീഴടങ്ങട്ടെ. ഓരോ ശരീരവും സ്വതന്ത്രമാകട്ടെ. നാഡീഞരമ്പുകൾ സ്വതന്ത്രമാകട്ടെ. മാംസപേശികൾ സ്വതന്ത്രമാകട്ടെ. കിഡ്നികൾ സ്വതന്ത്രമാകട്ടെ. ലിവർ സ്വതന്ത്രമാകട്ടെ. ഹൃദയപേശികൾ സ്വതന്ത്രമാകട്ടെ. ശ്വാസകോശങ്ങൾ സ്വതന്ത്രമാകട്ടെ. എന്നിട്ട് തലമുതലുള്ള കാല് വരെ തലവേദന വിട്ടു മാറട്ടെ. കണ്ണിൽ കാഴ്ച ലഭിക്കട്ടെ. കാഴ്ചയില്ലാത്ത കണ്ണിൽ കാഴ്ച ഉണ്ടാകട്ടെ. കാഴ്ച ലഭിക്കട്ടെ. ജീവൻ ഉണ്ടാകട്ടെ. എൻ്റെ കേൾവിയില്ലാത്ത കാതുകൾ തുറക്കപ്പെടട്ടെ. കേൾവിയില്ലാത്ത കാതുകൾ തുറക്കപ്പെട. തുറക്കപ്പെടട്ടെ, തുറക്കപ്പെടട്ടെ. സംസാരശേഷിയില്ലാത്ത അധരങ്ങൾ, നാവ് തുറക്കപ്പെടട്ടെ. സംസാരശേഷി ഉണ്ടാകട്ടെ. ശക്തി പ്രാപിക്കട്ടെ. വിടുതലുണ്ടാകട്ടെ. സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവേ. തളർന്നുപോയ കൈകൾ, ഉയർത്താനാവാത്ത കൈകൾ ശക്തി പ്രാപിക്കട്ടെ. ഇടുപ്പലുകൾക്ക് ശക്തി ലഭിക്കട്ടെ. കാൽ തുടകൾ, കാൽമുട്ടുകൾ, കണങ്കാലുകൾ സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. തലമുറയുള്ള കാല് വരെ സ്കിന്നിലുള്ള എല്ലാ അലർജികൾ വിട്ടുമാറട്ടെ. എല്ലാ സ്കിൻ അലർജി, ത്വക്ക് രോഗങ്ങൾ വിട്ടുമാറട്ടെ, വിട്ടുമാറട്ടെ. നിൻ്റെയോ നിൻ്റെ പിതാക്കന്മാരുടെയോ മദ്യപാനത്തിലൂടെ നിന്റെ ശരീരത്തിൽ നിന്നും അവകാശം പറയുന്ന ആ പൈശാചിക സ്വാധീനങ്ങൾ നിന്നെ വിട്ടു പോകട്ടെ. മദ്യപിശാച് വിട്ടു മാറട്ടെ. നിൻ്റെ പിതാവോ മാതാവോ നിൻ്റെ വല്യപ്പനോ വല്യമ്മയോ അവർ നടത്തിയുള്ള മദ്യപാനത്തിലൂടെ, അല്ലെങ്കിൽ 4ാം തലമുറ നടത്തിയ മദ്യപാനത്തിലൂടെ
നിന്നിലേക്ക് വന്നിട്ടുള്ള അതിൻ്റെ ശാപത്തിൻ്റെ ശക്തികളെ ഞാൻ ബന്ധിച്ച് നിർവീര്യമാക്കുന്നു. വിട്ടുപോകട്ടെ. നിന്നെ സ്വാധീനിക്കുന്ന എല്ലാ തരത്തിലുള്ള സ്വഭാവ വൈകര്യങ്ങളും ഞാൻ ബന്ധിക്കുന്നു. അത് വിട്ടുമാറട്ടെ. മദ്യത്തിൻ്റെ സ്വാധീനം വിട്ടുമാറ്. മദ്യ പിശാചുകൾ വിട്ടുമാറ്. ദൈവത്തിൻ്റെ മക്കൾ സ്വതന്ത്രരാകട്ടെ. ഹൃദയ സ്വതന്ത്രമാകട്ടെ, ശരീര സ്വതന്ത്രമാകട്ടെ, മനസ്സ്വതന്ത്രമാകട്ടെ, ആത്മാവ് ഉണരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, നന്ദി, സ്തോത്രം, ആരാധന, നന്ദി, സ്തോത്രം. ഹല്ലേലൂയ, ഗ്ലോറി. കർത്താവേ, അവിടുത്തെ അഭിഷേകം, സ്പിരിറ്റ് ഇൻ ജീസസ്, സ്പിരിറ്റ് ഇൻ ജീസസ് ഈ തടാകത്തിൽ ഇറങ്ങി, കുളത്തിൽ ഇറങ്ങി എല്ലാവരും സുഖം പ്രാപിച്ചിട്ട് മാറട്ടെ. ഫ്രം ടോപ്പ് ടു ബോട്ടം. ഗ്ലോറി. എല്ലാ തിന്മകളും എല്ലാ ആധിപത്യങ്ങളും വിട്ടു മാറട്ടെ. ആമേൻ. ഗ്ലോറി. നിങ്ങൾക്ക് വീണ്ടും ഒരു വചനം വരികയാണ്. കണ്ണു തുറക്കണം. നിങ്ങൾ രോഗമുള്ള ഭാഗത്ത് കൈ വെച്ചുകൊള്ളുക. ഞാൻ ആ വചനം പറഞ്ഞ് നടുവിലൂടെ കടന്നു പോകും. പക്ഷെ ആ വചനം നിനക്കുള്ളതാണ്. അങ്ങ് പുറകെ നിൽക്കുന്നവരും അങ്ങേറ്റത്തുള്ളവരൊക്കെ അത് നിനക്ക് വേണ്ടി സ്വീകരിച്ചു കൊള്ളുക. ഇരുവശങ്ങളിൽ വരേണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ. 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 സ്തോത്രം. ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. ടു പറസല തകംബറബ. സഹോദരിമാരെ, സ്തോത്രങ്ങളിൽ കണ്ണ് തുറന്നു നിൽക്കണം. വരേണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ. 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 കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തോത്രം. സ്തുതിക്കുന്നു. ദൈവമേ, നന്ദി, ആരാധന, സ്തോത്രം. നമ്മുടെ കരങ്ങളടിച്ച് തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. കലടിച്ചുകൊണ്ട് ഉത്സാഹത്തോടെ വിശ്വാസത്തോടെ Glory, 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 hallelujah. Glory, glory, hallelujah. Glory, glory, hallelujah. Hallelujah, glory, 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 hallelujah. Glory, glory, hallelujah. Glory, glory, hallelujah. Hallelujah. Praise you, Jesus. Praise you, Jesus. Hallelujah. Praise you, Jesus. Hallelujah. ശരീരത്തെ ചലിപ്പിച്ചുകൊണ്ട് Praise you, Jesus. Hallelujah. Hallelujah. Praise you, Jesus. Praise you, Jesus. Hallelujah. Praise you, Jesus. Hallelujah. Praise you, Jesus. Hallelujah. Hallelujah. Thank you, Jesus. Thank you, Jesus, hallelujah. Thank you, Jesus, hallelujah. Thank you, Jesus, hallelujah. Hallelujah. Love you, Jesus. Love
Love you, Jesus. Hallelujah. Love you, Jesus. Hallelujah. Love you, Jesus. Hallelujah. Hallelujah. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കാലിന്റെ ചൂട് പറിച്ചിട്ട് കാലിന് വിശുദ്ധ മാറ്റിക്കൊണ്ട് ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, 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 hallelujah. Oh, hallelujah, 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 glory, glory, hallelujah, 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 glory, ആരാധന, യേശുവേ ആരാധന, ആരാധന, ദൈവമേ അങ്ങേക്ക് നന്ദി, ആരാധന, hallelujah, hallelujah, hallelujah. Amen, glory, amen, glory, amen, glory, hallelujah. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാവുന്നു. ഇന്നുണ്ടായിരുന്ന ചരിത്രമുണ്ടായിരുന്ന വേദന, രോഗങ്ങൾ അപ്പോൾ അതില്ല, എൻ്റെ ശരീരത്തില്ല, എനിക്ക് സൗഖ്യപ്പെട്ടു, ഞാൻ കൈവർത്തി പിടിക്കാം. അങ്ങനെ അനുഭവിക്കുന്ന അറിയുന്നവർ നന്നായി കൈവർത്തി പിടിക്കുക. ഇങ്ങനെ പിടിക്കരുത്, പാതി പിടിക്കരുത്, ഉയർത്തി പിടിക്കുക. ഒത്തിരിയേറെ പേരുടെ കാര്യങ്ങളെയും കാണുന്നു. രണ്ട് വശത്തും കയ്യിൽ നിന്ന് വീശുകയെ ഒക്കെ കൈ ഉയർത്തി പിടിച്ചവർ കർത്താവിന് നന്ദി പറയാം, കയ്യിൽ അടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. നമ്മൾ ഈ വചനം വന്നതിന് ശേഷം ഞാൻ കണ്ടൊരു കാഴ്ച ഇതാണ്. ഒത്തിരിയേറെ ആത്മാക്കൾ, അശുദ്ധാത്മാക്കൾ പുറത്തു ചാടിയെന്നുള്ളതാണ്. അനേകരെ ആ ഒരു നിമിഷത്തിൽ വചനം വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരിയേറെ ശരീരത്തിൽ നിന്നും ഹൃദയത്തിൽ നിന്നും അശുദ്ധാത്മാക്കൾ വളരെയധികം പുറത്തുപോയി എന്നുള്ളതാണ്. അവരെല്ലാം ബന്ധിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആവേ മരിയ. Spirit in Jesus, Spirit in Jesus, Spirit in Jesus. Hallelujah. Amen. Hallelujah.